ഗൈസ് വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ വേറെ ഒന്നല്ല കഴിഞ്ഞ FPL ഫാന്റസി പ്രീമിയർ ലീഗിന്റെ ഫസ്റ്റ് ഗെയിം വീക്ക് കഴിഞ്ഞു. അപ്പൊ നമുക്ക് അതിന്റെ കുറച്ച് പോയിന്റ്സ് എത്ര കിട്ടി എന്നുള്ളതൊക്കെ നോക്കണം, ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എന്നും നോക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് അടുത്ത ഗെയിം വീക്കിന്റെ ടൈം ആകാനായി. സോ ഗെയിം വീക്ക് 2 ടീം സെലക്ഷൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ അതിനു മുന്നേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനും വളരട്ടെ ഗായ്സ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം കേട്ടോ ലൈക്ക്. സോ അതെല്ലാം പറഞ്ഞുകൊണ്ട് നമുക്ക് ലെറ്റ്സ് ഗോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് കുറച്ചധികം കാര്യങ്ങൾ തന്നെ ചെക്ക് ചെയ്യാനുണ്ട്. നേരെ നമ്മുടെ FPL അകത്തേക്ക് പോവാം, ചെക്ക് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ചെക്ക് ചെയ്തിട്ട് തന്നെ തുടങ്ങാം. സോ നേരിട്ട് നമ്മൾ നേരെ പോകുന്നു, നമ്മുടെ പ്രീമിയർ ലീഗ് ആപ്ലിക്കേഷനിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഫാന്റസി പ്രീമിയർ ലീഗ് ഓപ്പൺ ചെയ്യുന്നു. സോ ലെറ്റ്സ് സീ ഹൗ തിങ്സ് ആർ. നെറ്റ് ഭയങ്കര രോഗമാണല്ലോ. വൈഫൈ കണക്ട് ചെയ്തേക്കണെയാണ്. ചില സമയത്ത് ഇവിടുത്തെ വൈഫൈ ഒക്കെ ഇല്ലേ, ഹൊറിബിൾ. ഓ മൈ ഗോഡ്, ആലോചിക്കാൻ തന്നെ വയ്യ. നെറ്റ്വർക്ക് വേറെ കാര്യമാണ്, അത് പറയാണ്ടിരിക്കണ നല്ലത്. സോ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് ഇത് ലോഡാവാത്തത്? കമോൺ. യെസ്, ലോഡായി വന്നിരിക്കുകയാണ് ഗായ്സ്, ഫൈനലി. സോ നമുക്ക് എന്താണ് നമ്മുടെ ഗെയിം വീക്ക് 1 പോയിന്റ്സ് നോക്കാം. നിങ്ങൾക്ക് ഇപ്പൊ കാണണ്ടാവും സ്ക്രീനിൽ 81 ഞാൻ സ്കോർ ചെയ്തു. ദാറ്റ്സ് റിയലി നൈസ്. ഇതിന്റെ അകത്ത് ഒരു കാര്യം പ്രധാനപ്പെട്ട് പറയാനുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്ലെയറിനെ ഞാൻ ഇതിൽ നിന്ന് മാറ്റിയായിരുന്നു. നമ്മുടെ വീഡിയോ ഇട്ടതിന് ശേഷം നമ്മുടെ ഒരു സുഹൃത്ത്, ഞാൻ സുഹൃത്തിന്റെ പേര് മറന്നുപോയി, വീഡിയോയിൽ കമന്റ് ചെയ്തായിരുന്നു. അയ്യോ, ഏത് പ്ലെയറാണ്? ഏതൊരു പ്ലെയർ കളിക്കൂല എന്ന് പറഞ്ഞിട്ട്. അത് പിന്നെ ജെയ്ഡൻ സാൻജോ കളിക്കൂല എന്ന് പറഞ്ഞു. ഞാൻ ജെയ്ഡൻ സാൻജോനെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇതിന്റെ അകത്ത്. അപ്പൊ കളിക്കൂല എന്ന് പറഞ്ഞപ്പോ ആ സമയത്ത് അതിന് മുന്നേ ഞാൻ ഇങ്ങനെ കണ്ടായിരുന്നു, ഞാൻ ടീം മാറ്റാൻ പോണെന്ന്. അപ്പൊ നമ്മുടെ സുഹൃത്ത് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ ഒന്നും കൂടെ ശ്രദ്ധിക്കുകയും ചെയ്ത് ഞാൻ പ്ലെയറിനെ മാറ്റിയായിരുന്നു. അതോടൊപ്പം തന്നെ ഇലങ്കേനെ ഇട്ടായിരുന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനകത്ത്. സോ ടോട്ടൽ എന്താണ് 81 പോയിന്റ്സ് കിട്ടി. ക്യാപ്റ്റൻ നമ്മൾ സലേനെയാണ് ആക്കിയിരുന്നത്, വൈസ് ക്യാപ്റ്റൻ ഇസാക്കിനെയാണ് ആക്കിയിരുന്നത്. വൈസ് ക്യാപ്റ്റൻ ഞാൻ ചിലപ്പോൾ മിറ്റോമേനോ അല്ലെങ്കിൽ പെഡ്രോ പോറോനെ കിട്ടുന്നെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ പോയിന്റ്സ് കിട്ടിയാനേ. സോ അതാണ് നമ്മുടെ ഗെയിം വീക്ക് 1 വിശേഷങ്ങൾ. അതോടൊപ്പം തന്നെ നമുക്ക് നേരെ പോയിട്ട് ഞാൻ നേരെ പോകുന്നത് നമ്മുടെ ലീഗുകളിലേക്കാണ്. സോ നമ്മളിനി നേരെ പോകുന്നത് നമ്മുടെ ലീഗുകളിലേക്കാണ്. ആ ലീഗുകളിൽ തന്നെ ചെൽസിക്കാരൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും അറിയാവുന്ന യൂട്യൂബ് ചാനലും അതേപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉള്ള നിങ്ങൾ പലർക്കും കണ്ടിട്ടുണ്ടാവും. സോ ചെൽസിക്കാരൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതായത് ഫാന്റസി പ്രീമിയർ ലീഗ് കളിക്കുന്ന ഒരു ഗ്രൂപ്പ്. സോ അതിൻ്റെ അകത്ത് ഞാൻ ഫസ്റ്റ് ആണ് ഗായ്സ്. യെസ്, സോ ഫസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും പിന്നെ വേറൊരു നമ്മുടെ ഒരു ഫ്രണ്ടും ജിതേഷ്, പുള്ളിയും കൂടെ പോയിന്റ്സ് ഷെയർ ചെയ്യാണ്. ബിക്കോസ് പുള്ളിയുടെ ടീമിന്റെ പേര് സ്റ്റാർട്ട് വിത്ത് C ആൻഡ് എൻ്റെത് സ്റ്റാർട്ട് വിത്ത് D. ഞാൻ സെക്കൻഡ് ആണ്, പുള്ളി ഫസ്റ്റ് ആണ്, ബട്ട് പോയിന്റ്സ് സെയിം ആണ്. സോ ബേസിക്കലി എന്താണ് മോശമില്ലാത്ത പോയിന്റ്സ് അവിടെ സ്കോർ ചെയ്തു. പിന്നെ ഞാൻ കളിക്കുന്ന വേറെ കുറച്ച് എനിക്ക് പേഴ്സണലി അറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഗ്രൂപ്പ് ഉണ്ട്. അതേപോലെ തന്നെ CFK കൊച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു ചെൽസി ഫുട്ബോൾ ഫാൻസിന്റെ തന്നെ വേറൊരു ഗ്രൂപ്പ്, ചെൽസി ഫുട്ബോൾ ക്ലബ് കേരള എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എന്താണത്? ഇതിൻ്റെ അകത്ത് ഞാൻ 12th ആണ്. ഫസ്റ്റ് നിൽക്കണ മച്ചാൻ ഏകദേശം 93 പോയിന്റ്സ് ട്രിപ്പിൾ ക്യാപ്റ്റൻ ചെയ്തുകൊണ്ടാണ്. സോ ട്രിപ്പിൾ ക്യാപ്റ്റൻ പോയി, ലൈക്ക് വെരി ബാഡ് ചോയ്സ് ഐ വുഡ് സേ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഗെയിം വീക്കിലൊക്കെ ഡബിൾ ഗെയിം വീക്ക് ഒക്കെ ഉള്ളപ്പോഴല്ലേ ചെയ്യേണ്ടത് ട്രിപ്പിൾ ക്യാപ്റ്റൻ. ഇനി വരാനുണ്ട് എന്തോരം ചാൻസ് ഉണ്ട്. സോ ഇന്ത്യ ഓവറോൾ റാങ്കിങ്ങിൽ ഞാൻ 5501 സ്ഥാനത്താണ്. സോ ഫസ്റ്റ് നിൽക്കണ ആരാന്ന് നോക്കാം. മിക്കവാറും 118 ട്രിപ്പിൾ ക്യാപ്റ്റൻ തന്നെ ആയിരിക്കുള്ളൂ. ബെഞ്ച് ബൂസ്റ്റ് ട്രിപ്പിൾ ക്യാപ്റ്റൻ അല്ല, അത് നല്ലൊരു ഐഡിയ. പക്ഷെ ബെഞ്ച് ബൂസ്റ്റും ഐ വുഡൻ സജസ്റ്റ് ടു ഇറ്റ്. ഇപ്പോഴൊന്നും ചെയ്യരുത്. ഗെയിം വീക്ക് 2 ഗെയിം ഡബിൾ ഗെയിം വീക്ക് വരും, അപ്പോൾ ആ സമയത്ത് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും ഞാൻ ചെയ്യാൻ പറയുള്ളൂ. സോ പിന്നെ ചെൽസിയുടെ റാങ്കിങ് വരുന്നുണ്ട് ഓവറോള്. പിന്നെ ഗെയിം വീക്ക് 1 റാങ്കിങ്ങിൽ 2,68,486 റാങ്ക്, വിച്ച് ഇസ് ബാഡ്. അപ്പോൾ നമുക്ക് ഇനി പോകുന്നത് നമ്മൾ നേരെ ട്രാൻസ്ഫേഴ്സിൻ്റെ അകത്തേക്കാണ്. നമുക്കൊരു പ്ലെയറിനെ മാറ്റണം. സോ പെഡ്രോ പോറോ അല്ലെങ്കിൽ ഇലങ്ക. നമുക്ക് തോന്നണത് ഇലങ്കേനെ മാറ്റാൻ എന്നുള്ളതാണ്. ഒരു ഫ്രീ ട്രാൻസ്ഫർ ഉണ്ട്, അത് യൂസ് ചെയ്യണം. ഇലങ്ക ചാൻസ് ഓഫ് പ്ലേയിങ് 75 ആണ്. അതേപോലെ തന്നെ പെഡ്രോ പോറയും 75 ആണ്. പെഡ്രോ പോറോ കളിക്കും തന്നെ നമുക്ക് വിശ്വസിക്കാം. പക്ഷേ നമുക്ക് ഇലങ്കേനെ മാറ്റേണ്ടിയിരിക്കുന്നു. ഇലങ്ക അടുത്ത കളിയിൽ കളിച്ചില്ലെങ്കിൽ റിസ്ക് ആണ് ഗൈസ്. റിസ്ക് ഒന്നുമില്ല, നമുക്ക് ആ കളി കളിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ആവും. കളിച്ചൊരു പ്ലെയറിനെ സ്വിച്ച് ആവും, ഓട്ടോമാറ്റിക്കലി സംഭവിക്കും. പക്ഷെ നമുക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നോക്കാം. കാരണം
5.5 മില്യണ് നമുക്ക് നല്ലൊരു ഓപ്ഷൻ ഉണ്ടെങ്കിലോ, ലെറ്റ് സി. സോ നമുക്ക് ഇതിന് ചെയ്യേണ്ടത് 5.5 മില്യൺ ഏതെങ്കിലും പ്ലേയേഴ്സ് ഉണ്ടോ നോക്കണം. 5.5 മില്യൺ ആരാ ഉള്ളത്? ലെറ്റ്സ് ഗോ ഡൗൺ. സോ 5.5 മില്യണ് ഡുക്കൂറ ഉണ്ട്, അഡിങ്ക്ര, അതേപോലെ തന്നെ ആൻഡ്രേസ്, ബാക്ലി ഉണ്ട്. പക്ഷെ ബാക്ലി കഴിഞ്ഞ ഗെയിം വീക്കിൽ കളിച്ച ഇല്ലല്ലോ. സോ ദാറ്റ് ഈസ്, പിന്നെ ബുണ്ടിയ, ചാപ്ലിൻ. അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പിള്ളേരൊന്നും ഇല്ല അതിൻ്റെ അകത്ത്. ഹഡ്സൺ-ഒഡോയ് ഉണ്ട്. ഹഡ്സൺ-ഒഡോയ് ഒരു ഇൻട്രസ്റ്റിംഗ് ചോയ്സ് ആയിരിക്കും, കാരണം സൗത്ത് ആംപ്ടണും വൂൾസും ആണ്. കഴിഞ്ഞ കളിയിൽ എത്ര പോയിന്റ്സ് കിട്ടി? ഗെയിം വീക്ക് പോയിന്റ്സ് എവിടെ? വേർ ഇസ് ദ പോയിന്റ്സ്? ടോട്ടൽ പോയിന്റ്സ്. ഹഡ്സൺ-ഒഡോയ്ക്ക് 3 പോയിന്റാണ് കിട്ടിയത്. പക്ഷേ ഫസ്റ്റ് ഗെയിം വീക്കിൻ്റെ ഇത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് സൗത്ത് ആംപ്ടൺ ആയിട്ടാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ചാൻസ് ഉണ്ട് നല്ലൊരു പെർഫോമൻസ് ഹഡ്സൺ-ഒഡോയുടെ ഭാഗത്ത് നിന്ന് വരാനായിട്ട്. സോ അതുകൊണ്ട് നമുക്ക് ഹഡ്സൺ-ഒഡോയിലേക്ക് സ്വിച്ച് ചെയ്യാം. ഐ വുഡ് സേ ഹഡ്സൺ-ഒഡോയ്. അപ്പോൾ നോക്കട്ടെ, കാരണം മിറ്റോമ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിട്ടാണ്. മിറ്റോമ കഴിഞ്ഞ കളിയിൽ വെറുതെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു, രക്ഷ ഉണ്ടായില്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ മിറ്റോമ നല്ലൊരു ഇത് പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഐ വുഡ് സേ നെക്സ്റ്റ് ഹഡ്സൺ-ഒഡോയ് ഫോർ ഇലങ്ക. സോ നമ്മൾ എന്താണ്, നമുക്ക് ഓൾറെഡി ഫ്രീ ട്രാൻസ്ഫർ ഉണ്ട്, അതുകൊണ്ട് ജസ്റ്റ് കൺഫേം മാത്രം അടിച്ചാൽ മതി. സോ ഇതാണ് ടീം. ഇനി നമുക്ക് പിക്ക് ടീം. സോ പിക്ക് ടീമിൽ ഹഡ്സൺ-ഒഡോയ് കളിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ക്യാപ്റ്റനെ മാറ്റണം. ബ്രെൻഫോർഡ് ആയിട്ടാണ് സല കളിക്കുന്നത്. സല ഇപ്സ്വിച്ച് ടൗൺ ആയിട്ടാണ് സിറ്റി. സോ നോ ഡൗട്ട് ഹാലൻഡ് ക്യാപ്റ്റൻ, അതുപോലെ തന്നെ മുഹമ്മദ് സല വൈസ് ക്യാപ്റ്റൻ. ഒരു ഈസി ചോയ്സ് ആണത് എൻ്റെ അഭിപ്രായത്തിൽ കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ പല അഭിപ്രായങ്ങളും ഉണ്ടാവും. നിങ്ങളുടെ അഭിപ്രായത്തിൽ ചിലപ്പോൾ വേറെ ഒരു പ്ലെയറിനെ വെക്കണമായിരിക്കും. സോ ഡേവിഡ് റായ അഗെയിൻസ്റ്റ് ആസ്റ്റൺ വില്ല കുഴപ്പമില്ലാണ്ട് പോയിന്റ്സ് സ്കോർ ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നു. സലീബയാണ്, പിന്നെ പെഡ്രോ പോറോ എവർട്ടനെതിരെ, വാൻഡൈക്ക് ഉണ്ട്. കുലുസുവിസ്കിയാണ് ഒരു ഇതുള്ളത്. കഴിഞ്ഞ കളി സ്റ്റാർട്ട് ചെയ്തില്ല, ഈ കളി സ്റ്റാർട്ട് ചെയ്യും നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ അന്റോണിയോ സ്കോർ ചെയ്യുന്നു പ്രതീക്ഷിക്കാം, ഇസാക്ക് സ്കോർ ചെയ്യുന്നു പ്രതീക്ഷിക്കാം. സോ ഇതാണ്, ദിസ് ഇസ് മൈ ടീം ഫോർ ദ ഗെയിം വീക്ക് 2. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തുക. സോ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഫാന്റസി പ്രീമിയർ ലീഗ് കളിക്കണമെന്നുണ്ടെങ്കിൽ വേറെ കുറെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്തുകൊണ്ടിരിക്കണം, ഇനി അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്യും. സോ അതും കാണുക, നിങ്ങളുടെ സപ്പോർട്ട് നൽകുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് മൈ